കേരളത്തിലെ ചാനലിലെ മക്കളുമാരെ നമ്മുടെ കേരളത്തിലെ CPM-നെ ആയാലും കോൺഗ്രസിനെ ആയാലും ഒരാൾക്കും തെറ്റു പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അതുപോലെ പണ്ട് 1 മാസം 2 മാസമൊക്കെ മഴ അടുപ്പിച്ച് ഒരേപോലെ തോരാണ്ട് പെയ്യുന്ന കാലത്തും പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ദാരിദ്ര്യത്തിൻ്റെ കോട്ടയായിരുന്നു. ദാരിദ്ര്യം മാറ്റിയത് ഇന്ദിരാഗാന്ധിയാണ്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ CPM-നെയും കോൺഗ്രസിനെയും 2 പാർട്ടിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ട് പോകാനും നമ്മുടെ കേരളം എങ്ങോട്ട് മുന്നോട്ട് പോകാനും ചാനലിലെ മക്കളുമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 25 കൊല്ലം ബംഗാളിലെ മമത ഭരിച്ചിട്ട് ആ മക്കളുമാർക്ക് ജീവിക്കണമെന്ന് കേരളം വേണമെന്ന് ആ അവസ്ഥയിലേക്കൊന്നും നമ്മുടെ കേരളം പോയിട്ടില്ല. ഇനി അത് ഉണ്ടാവരുത്. അതിൻ്റെ വക്കിന് വരെ വന്നിരിക്കുവാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ ചാനലിലെ എല്ലാ മക്കളുമാരും ചിന്തിക്കേണ്ട കാര്യമാണിത്. പവിത്രമായ രാജ്യമാണ്, എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്, സാമ്പത്തികമുള്ളതാണ്, എല്ലാ മേഖലയിലും ജീവിക്കാൻ പറ്റുകയാണ്. ഇവിടെ കേരളത്തിലെ ജോലിയെടുത്ത കൂലിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ കേരളത്തിൻ്റെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് സംവിധാനങ്ങളല്ല, നിയമപാലകന്മാരല്ല. അത് നമ്മൾ കാണാണ്ട് പോകരുത്. നമ്മുടെ 2 പാർട്ടിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിനെ എങ്ങോട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സ്വാതന്ത്ര്യമായിട്ട് ഒന്നും പേടിക്കാണ്ടുണ്ട്. പണ്ട് അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം, സകല ഇടത്തും പോകാം, എന്ത് വേണമെങ്കിലും തിന്നാം, ഇറച്ചി മീൻ എന്തും തിന്നാം, ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചൊരു കേരളം. അപ്പോൾ എന്തെല്ലാം മേഖലയിലാണ്. ഇപ്പോൾ ഒരു കടമുറി കിട്ടാനില്ല, വാടകയ്ക്ക് വീട് കിട്ടാനില്ല, സ്ഥലം കിട്ടാനില്ല. നമ്മുടെ സാധാരണപ്പെട്ട മക്കളുമാർ എങ്ങോട്ട് പോകും? ഇപ്പോൾ കൂലിപ്പണിയും ഇല്ല. എങ്ങനെ ജീവിക്കും കേരളത്തിൽ? ഇതൊക്കെ ചാനലിലെ മക്കളുമാർ അറിയേണ്ടതിന് വരും. ആയിരക്കണക്കിന് കേരളത്തിലെ ഒരു നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാത്ത നമ്മുടെ സാധാരണപ്പെട്ട കുടുംബക്കാർ സ്കൂളിൽ പോകാനായാലും, ബുക്കില്ലാണ്ടായാലും, പുസ്തകമില്ലാണ്ടായാലും, യൂണിഫോം ഇല്ലാണ്ടായാലും, ഫീസ് കൊടുക്കാൻ ഇല്ലാണ്ടായാലും പല മേഖലയിലും ഈ നമ്മുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് എത്ര കുഞ്ഞുങ്ങളെന്നറിയോ ജീവിതം തുലച്ച് കളയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ പല രീതിയിലാണ് വർണ്ണങ്ങളും ഭാവനകളും ആശകളും പൂജകളും മന്ത്രങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വായി കൈവെക്കും. ആ നിലയ്ക്കാണ് ഇതൊക്കെ കുറച്ച് കേരളത്തിൽ കൊണ്ടുവരുവാന്ന്. ഇനിയിപ്പോൾ ആകെ പാടെ ആവും. നമ്മുടെ മക്കളുമാരെ ജീവിക്കാൻ സമ്മതിക്കൂ. ബംഗാൾ പോലെ നമ്മുടെ കേരളത്തിനെ ആക്കരുത്. എല്ലാ മലയാള ചാനലിലെ മക്കളുമാരോട് പറയാനുള്ളൊരു അപേക്ഷയാണ്.